നമ്മുടെ മാതൃഭാഷയിലല്ലെങ്കിലും മറ്റുള്ള ചില ഭാഷകളിലെ പ്രയോഗങ്ങൾ നമ്മുടേതായി മലയാള തനിമയിൽ നമ്മൾ ഉപയോഗിച്ചു വരാറുണ്ട്. സാധാരണയായി നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്നാണ് അറബി പദവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെങ്കിലും നിരന്തരമായ ഉപയോഗം കാരണമോ അല്ലെങ്കിൽ ഹിന്ദിയുടെയോ ഉറുദുവിൻ്റെയോ ഒക്കെ സ്വാധീനം കാരണത്താൽ ബർക്കത്ത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു വരാറുണ്ട്. മക്കളിൽ ബർക്കത്തുണ്ട്, സമ്പത്തിൽ അയാൾക്ക് ബറക്കത്തുണ്ട്, അയാളുടെ ജീവിതത്തിൽ ഒരു ഹൈറും ബറക്കത്തും ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അറബി ഭാഷയിൽ ബറക്ക, ബറക്കത്ത് എന്നാണ് നമ്മളത് പറയേണ്ടത്. അറബിയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള നിലക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ല. എന്നാൽ പോലും ബറക്കത്ത് എന്ന് പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ആ പ്രയോഗത്തിൻ്റെ ആശയം നമുക്കറിയാമെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. പുരോഗതി എന്നോ അനുഗ്രഹമെന്നോ സൗഭാഗ്യമെന്നോ വർധനവെന്നോ സമൃദ്ധി എന്നൊക്കെ ബറക്കത്ത് എന്ന പദത്തിന് നമുക്ക് അർത്ഥം നൽകാവുന്നതാണ്. അതേപോലെ തന്നെ ശറഈയായി മതപരമായി എന്താണ് ബറക്കത്ത്, അതിന് കൃത്യമായൊരു വിവക്ഷ നമുക്ക് കാണാൻ കഴിയും. അൽ ബറക്കത്തു, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹിയ കസറത്തുൽ ഖൈരി വ ദവാമുഹു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ കിട്ടലാണ്, നന്മകൾ ധാരാളം കിട്ടലാണ്. മാത്രമല്ല വ ദവാമുഹു, അത് കിട്ടിക്കൊണ്ടേയിരിക്കാൻ, തുടർച്ചയായി ആ നന്മ നമ്മിൽ നിലനിൽക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ സമ്പത്ത് ധാരാളം ഉണ്ടാകുക എന്നത് ചിലപ്പോൾ ബറക്കത്തായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പറയാറുണ്ട് അങ്ങനെ. ധാരാളം മക്കളുണ്ടായി എന്ന കാരണം കൊണ്ട് മക്കളുടെ വിഷയത്തിൽ ബറക്കത്ത് കിട്ടി എന്ന് പറയാൻ ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കച്ചവടത്തിലെ താൽക്കാലികമായ ഒരു വർഷത്തെ ഒരു ലാഭം കിട്ടുമ്പോൾ വലിയ ബറക്കത്തുള്ള കച്ചവടമാണ് എന്നൊരൊറ്റ വർഷത്തെ നോക്കി പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഖൈറുണ്ടാവുക എന്നതാണ്. വലിയ സമ്പത്തൊന്നുമില്ല, ലക്ഷങ്ങൾ സാലറിയോ വരുമാനമൊന്നുമില്ല. കിട്ടുന്നത് എത്രയാണോ കുറച്ചെങ്കിലും കടമില്ലാതെ, മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് ചോദിക്കേണ്ടതില്ലാതെ, തൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ടതില്ലാത്ത വിധത്തിൽ ഐശ്വര്യം ഉണ്ടാകലാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത്. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകും, പക്ഷേ കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ കടബാധ്യതയുണ്ടാകും. അതിന് ബറക്കത്ത് എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഒരു സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട്. അള്ളാഹുവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ബറക്കത്തുകളും അവന് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാൾക്കും, മറ്റൊരു സൃഷ്ടിക്കും, മറ്റൊരു സങ്കേതങ്ങൾക്കും, ഒരു കേന്ദ്രത്തിനും ബറക്കത്ത് നൽകുക സാധ്യമേയല്ല. ഇത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറകല്ലദീ, എല്ലാ ബറക്കത്തുകളും ഉടമപ്പെടുത്തിയവനാകുന്നു. ബിയദിഹി, ഉടമപ്പെടുത്തിയിരിക്കുന്നു. അൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ ഉള്ളത് അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തുകളും അള്ളാഹു ഉടമപ്പെടുത്തിയിരിക്കുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു ആകട്ടെ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിന്റെ പക്കലാണ് എല്ലാ ബറക്കത്തും ഉള്ളത്. അല്ലാത്ത മറ്റൊരാളോടും ബറക്കത്തിന് വേണ്ടി ചോദിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ ആ വിഷയം നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ, നാനാ തുറകളിൽ ബറക്കത്ത് നേടാമെന്ന് പറഞ്ഞല്ലോ. ചിലതൊക്കെ എണ്ണി പറഞ്ഞാൽ, ഒന്ന് സമയത്തിലുള്ള ബറക്കത്ത്. സമയത്തിൽ ബറക്കത്തുണ്ട്. നമ്മൾ പറയില്ല ഒന്നിനും സമയം തികയുന്നില്ല, ഒന്നും ചെയ്തിട്ട് ക്ലിയർ ആകുന്നില്ല, ഒന്നും ചെയ്തത് പൂർത്തിയാകുന്നില്ല. അത് സമയത്തിൽ ബറക്കത്തിന്റെ കുറവ് കൊണ്ടായേക്കാം. അത് സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. അതൊരു ഉദാഹരണം മാത്രമാണ്. സമ്പത്തിലുള്ള ബറക്കത്ത്, വരുമാനം കുറവാണ്, എന്നാൽ പോലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, മറ്റു തടസ്സങ്ങളൊന്നുമില്ല, എന്ന സ്വതക്ക കൊടുക്കാൻ കഴിയുന്നുണ്ട്, തൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. ഇതാണ് സമ്പത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടാവുക എന്നതല്ല ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ വിഷയത്തിൽ. അതേപോലെ ആയുസ്സിലും നമ്മുടെ ആരോഗ്യത്തിലും നമുക്ക് ബറക്കത്ത് കിട്ടും. രോഗമില്ലാതെ ജീവിക്കുക. ഇനി ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും
പള്ളിയിലേക്കൊക്കെ വരാൻ കഴിയുന്നു, ഇബാദത്തുകളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് ദീർഘായുസ് കിട്ടും, ഒരുപാട് കാലത്ത് ആയുസ് കിട്ടുമായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആയുസ് കിട്ടൂല. അവസാനം ചെന്നിട്ട് നിങ്ങളൊന്ന് നിസ്കരിക്കുക എന്ന് കിടപ്പിലാകുമ്പോൾ പോലും പറഞ്ഞു കൊടുത്താൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണില്ല. ആ ദീർഘായുസ് എന്തല്ല, ബറക്കത്തല്ല എന്നാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ആയുസാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്ന് ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതേപോലെ കുടുംബത്തിന്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിലൊക്കെ ബറക്കത്ത് ഉണ്ട്. എത്ര മക്കളുണ്ട്, ഇതാ ഇത്ര മക്കളുണ്ട്, ഒന്നാമത്തെ ആൾ ഇന്ന പ്രൊഫഷനിലാണ്, ഇന്നയാൾ ഇന്ന സ്ഥലത്താണ്, ഇന്നയാൾ വിദേശത്താണ്, ഇത്ര വരുമാനമുള്ള ജോലിയുണ്ട്. ഇതൊക്കെ നാട്ടുകാരോട് നമുക്ക് പറയാം. സ്വാലിഹായ സന്താനമല്ല എങ്കിൽ, വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഫഷൻ ഉണ്ടായിട്ടും നാട്ടിൽ വരുമ്പോൾ വാപ്പയെ വന്ന് കാണാൻ സമയം കിട്ടാത്ത മക്കളാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല. മക്കൾ ഒരാളെ ഉള്ളൂ എങ്കിലും വാപ്പയെയും ഉമ്മയെയും ചേർത്ത് പിടിച്ച് കുടുംബത്തെ നോക്കുന്നവനാണെങ്കിൽ, സ്വാലിഹായ മക്കളാണെങ്കിൽ ആ മക്കളുടെ വിഷയത്തിൽ ബറക്കത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നാണ്. അതേപോലെ തന്നെ ഇൽമിലുള്ള ബറക്കത്ത്, അറിവിലുള്ള ബറക്കത്ത്. ഒരുപാട് അറിവൊന്നും നേടിയിട്ടില്ല, പക്ഷെ കിട്ടിയ ചില അറിവുകളുണ്ട്. ആ അറിവ് വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആർക്കാണ് അറിയാത്തത് പലതും? നമസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ചും നോമ്പിന്റെ നിയമങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടതിനെ കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ അത് പാലിക്കുണ്ടോ എന്നിടത്താണ് ചോദ്യം കിടക്കുന്നത്. അറിവുള്ള വിഷയം അത് ജീവിതത്തിൽ പാലിക്കുന്നു. ചിലർ ധാരാളം പഠിച്ചിട്ടുണ്ടാവും, ധാരാളം വിഷയങ്ങൾ അറിയാം, കർമ്മശാസ്ത്ര വിധികളെ കുറിച്ചറിയാം, ഹറാമുകളെ കുറിച്ചറിയാം, ഹലാൽ ഏതെന്നറിയാം, പക്ഷെ ജീവിതത്തിൽ ആ ഹറാമും ആ ഹലാലൊന്നും നോക്കുന്ന ശരീരം ഉണ്ടാവില്ല. അതിന് ഇൽമിന്റെ വിഷയത്തിൽ ബറക്കത്ത് കിട്ടിയെന്ന് പറയില്ല. കിട്ടിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് പ്രിയപ്പെട്ടവരെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഈ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, എന്നാലേ സമാധാനം ഉണ്ടാവൂ. ദുനിയാവിലെ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ ജീവിച്ചാൽ അതിലൊരു ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ധനം ധാരാളം ഉണ്ടാവലല്ല. യഥാർത്ഥത്തിൽ ഗിന, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഗിന നഫ്സാണ്. അത് മനസ്സിന്റെ സമാധാനം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, കച്ചവടത്തിൽ ഇത്രയധികം അസറ്റ് ഉണ്ട്, ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മക്കൾ ഇത്രയുണ്ട്, എൻ്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. സമാധാനത്തോടു കൂടി ചിലപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവന്റെ സമ്പത്ത് അവന് ഉറക്കം നൽകുന്നില്ല, മക്കൾ അവന് സമാധാനം നൽകുന്നില്ല, കച്ചവടം അവന് വിശ്രമം നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് ബറക്കത്താണുള്ളത്? യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമാധാനമാണ്. മനസ്സിന്റെ സമാധാനമാണ്. ഇതിനർത്ഥം സമ്പത്തുള്ളവർക്കൊന്നും സമാധാനമില്ല എന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹു കനിഞ്ഞു തരേണ്ടുന്ന ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി തരേണ്ടുന്ന ഒന്നാണ്. സൂറത്തു അഹ്റാഫിൽ പ്രവാചകന്മാരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ്, സ്വാലിഹ്, ലൂത്ത്, ശുഐബ് നബി അലൈഹിമുസ്സലാം, ഇവരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സൂറത്തു അഹ്റാഫിൽ. ഇത് പറഞ്ഞു വെച്ചിട്ട് ആ സമുദായം ചെയ്ത ധിക്കാരത്തെക്കുറിച്ച്, ആ സമുദായങ്ങൾ ചെയ്ത അള്ളാഹുവിനെ മറന്നുകളഞ്ഞ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ബറക്കത്ത് നീക്കിക്കളഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരിൽ നിന്ന് ബറക്കത്ത് മാറ്റി അവർക്ക് ശിക്ഷ കൊടുത്തതിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് സൂറത്തു അഹ്റാഫിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ രാജ്യത്തിലുള്ള ആളുകൾ, ആ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. ആരെ പറ്റിയാ പറഞ്ഞത്? പൂർവകാല പ്രവാചകന്മാരുടെ സമുദായങ്ങൾ ധിക്കരിച്ച് അവരിൽ നിന്ന് അള്ളാഹു ബറക്കത്ത് മാറ്റി ശിക്ഷ കൊടുത്തു. ആ ചരിത്രം പറഞ്ഞിട്ട് പറയാണ്, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവർ തെക്കുവ പാലിച്ചിരുന്നു എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ലഫതഹ്നാ, അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു, അലൈഹിം, അവരുടെ മേൽ, ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ഭൂമികളുടെയും ആകാശങ്ങളിൽ നിന്നും ബറക്കത്തുകൾ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, തെക്കുവ എങ്ങനെ പാലിക്കേണ്ടതെന്ന് നമുക്കറിയില്ലേ? എങ്ങനെയാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുക എന്നത് നമുക്കറിയില്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. തെക്കുവ പാലിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ?
ആ തെക്കുവയും ഈമാനും ഒരാൾ പാലിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ബറക്കത്ത്, കാരുണ്യം അവന് കിട്ടുന്ന, അത് എടുത്തു പറയുന്നുണ്ട്. ആകാശത്തിൽ നിന്നുള്ള ബറക്കത്ത്, ബറക്കാത്തിൻ സമ, ആകാശത്തിൽ നിന്നുള്ള ബറക്കത്ത് എന്നതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് മഴയാണ്. മഴ അള്ളാഹുവിന്റെ വല്ലാത്തൊരു ബറക്കത്ത്. അത് കിട്ടും. ആർക്ക കിട്ടുന്നത്? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തെക്കുവ പാലിക്കുകയും ചെയ്യുന്ന ഉമ്മത്തുകൾ, അവർക്ക് അള്ളാഹു ബറക്കത്ത് കൊടുക്കും. ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹം കോരിച്ചൊരിഞ്ഞു കൊടുക്കും. മറ്റു ചില വിശദീകരണങ്ങൾ ആ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ആകാശത്തിൽ നിന്ന് വരേണ്ടതാണ്. അതേപോലെ സമാധാനം, അത് അള്ളാഹു തരേണ്ടതാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ആർക്ക്? ആമനു വത്തഖൗ, തെക്കുവ പാലിക്കുക, വിശ്വസിക്കുക. മാത്രമല്ല ഭൂമിയിൽ നിന്നുള്ള എന്നുകൂടി ചേർത്തു പറഞ്ഞു. അതിൽ കാർഷിക വിളകളാവട്ടെ, നമ്മുടെ ഫലവൃക്ഷങ്ങളാവട്ടെ, കന്നുകാലികളാവട്ടെ, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ധാതുലവണങ്ങളാവട്ടെ, സാമ്പത്തിക അഭിവൃദ്ധിയാവട്ടെ, സമാധാനമാവട്ടെ, സുരക്ഷിതത്വമാവട്ടെ, ഇതൊക്കെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുന്നു പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ബറക്കത്ത് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. രണ്ടാമത്തതായിട്ട് നമുക്ക് കൃത്യമായി എണ്ണിപ്പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന്. അള്ളാഹുവിന് നന്ദി കാണിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ചിലപ്പോൾ പലപ്പോഴും ഈയിടെയായി നമ്മുടെ പല ആളുകളുടെയും വാഹനങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് കാണാറുണ്ട്. നമുക്ക് കാണാം അത് വിശുദ്ധ ഖുർആനിൽ. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബതാ അറിയിപ്പ് നൽകുന്ന സന്ദർഭത്തെ ഓർത്തെടുക്കുക. പലയിടത്തും കാണുന്നുണ്ട്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം ലഅസീദന്നകും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്, അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ് അതിന്റെ വിവക്ഷ. പ്രിയപ്പെട്ടവർ, ഇതൊരു സ്റ്റിക്കറായി ഒട്ടിക്കുന്നതിനു പകരം അത് ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വാഹനത്തിന്റെ സ്റ്റിക്കറായി മാറ്റുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയണം എന്ന് പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ നമ്മൾ ഓർക്കുക. ഇവിടെ എങ്ങനെ നന്ദി കാണിക്കുക? എങ്ങനെയാ അള്ളാഹുവിനോട് നന്ദി കാണിക്കല? ഇൻ ശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചോ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ നന്ദി കാണിക്കുക? ഒന്ന് നമുക്കറിയാം, ഒരു അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. ഇതിനപ്പുറത്തും ചില നന്ദി കാണിക്കലുണ്ട്. 3 രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് ഏതെന്നറിയോ? ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. എൻ്റെ ഈ സൗകര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും, നമുക്ക് പരാതികൾ ഉണ്ടാവും. എനിക്കത് കിട്ടിയില്ല, എനിക്ക് സമ്പത്ത് കിട്ടിയില്ല, എൻ്റെ കച്ചവടത്തിൽ ഇത്ര ലാഭം കിട്ടിയില്ല, പലതും നമുക്ക് ചിന്തിക്കാനും ഉണ്ടാവും. എന്നാലും ഈ സംസാരം കേൾക്കാൻ കഴിയുന്നു എന്നതൊരു ഭാഗ്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞു എന്നതൊരു ഭാഗ്യമല്ലേ എന്ന് ആലോചിച്ചു നോക്കൂ. യഥാർത്ഥ ഹിദായത്ത് കിട്ടി എന്നതൊരു ഭാഗ്യമല്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആനിനെ കുറിച്ച് അറിയുന്നു, അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിവുണ്ട്. എനിക്ക് അള്ളാഹു 2 കൈകളും കാലുകളും തന്നു, എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു, വെള്ളം ഇറക്കാൻ കഴിഞ്ഞു. ഇറക്കിയ വെള്ളത്തെ ഒരു തടസ്സവുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അതിനെ പുറന്തള്ളാനും എന്റെ ശരീരത്തിന് കഴിയുന്നുണ്ട്. എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. ഇത് അനുഗ്രഹമാണ്. ഇത് മനസ്സിലുണ്ടാവണം. പരാതികൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എനിക്ക് റബ്ബ് തന്നു, എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത, അതാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി കാണിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് നാവ് കൊണ്ടുള്ള നന്ദി പ്രകടനം. അത് ഈ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ പറയലാണ്. അതേപോലെ അഹങ്കാരമില്ലാതെ അള്ളാഹു എനിക്ക് ചില അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറയലാണ്. ആളുകളോട് പറയാ, എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിനുള്ള നന്ദി കാണിക്കലായിട്ട് രേഖപ്പെടുത്തിയപ്പോ ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, അതേപോലെ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹം തന്നു. അതിന്റെ പേരിൽ ആ വാഹനം വാങ്ങിയത്, ആ വാഹനത്തിന്റെ പിറകിൽ ലഇൻ ശകർതും ലഅസീദന്നകും സ്റ്റിക്കർ ഒട്ടിച്ചു, അനുഗ്രഹമാണ്. ആ വാഹനത്തെ ഹറാമിലേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ വാഹനം വാങ്ങിയ പണം ഹറാമല്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ആ വാഹനത്തിൽ നിന്നല്ല, ഏതു വാഹനത്തിലും നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടല്ലോ. ലഇൻ ശകർതും ലഅസീദന്നകും, ഹറാമിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഈ 3 രൂപത്തിൽ നന്ദി കാണിക്കാൻ കഴിഞ്ഞോ എന്നാണ്. ലഇൻ ശകർതും ലഅസീദന്നകും ആയത്ത് കഴിഞ്ഞിട്ടില്ല, ആയത്ത് അവസാനിച്ചിട്ടില്ല. പലപ്പോഴും രേഖപ്പെടുത്താതെ പോകുന്ന, ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ആയത്തിന്റെ ബാക്കി ഭാഗമുണ്ട്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്,
നന്ദി കാണിക്കാതെ നിഷേധികളായി മാറുകയാണെങ്കിൽ ഓർക്കുക, ഇന്ന അദാബി, എന്റെ ശിക്ഷ എന്നതിലെ ശദീദ്, കഠിനമായിരിക്കും. നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും, നിഷേധിച്ചാൽ ശിക്ഷ കഠിനമാണ് എന്ന് ഓർത്തോ എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഹറാം ഉണ്ടാവരുത്. കണ്ണ് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്, കാതുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, സംസാരം, നാവ്, എല്ലാ രൂപത്തിലും ജീവിതത്തിൽ എണ്ണിയെടുത്താൽ ഓരോന്നും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് തിന്മയിലേക്ക് കൊണ്ടുപോയാൽ അവരാണ് ഓർക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ഓർക്കേണ്ടത്. ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷയും കഠിനമാണ് കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും കടന്നു വന്നിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പൂങ്കാവനത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശമാണ്. അനസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എത്ര നിസാരമാണോ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഉപദേശം തരും. യാ ബുനയ്യ, പൊന്നു മോനെ. അന്ന് അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, നീ നിന്റെ അടുത്തേക്ക് പ്രവേശിച്ചാൽ, ഫസല്ലിം, സലാം പറയണം കേട്ടോ. സലാം പറഞ്ഞാൽ എന്താണെന്നറിയോ? യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക, അത് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും ബറക്കത്ത് കിട്ടാൻ അത് കാരണമാകും കേട്ടോ. എന്താ ചെയ്യേണ്ടതുള്ളൂ? വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയണമെന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന 2698 ഹദീസായിട്ട് ഹസനായി റിപ്പോർട്ട് ചെയ്ത മറ്റു ചില റിവായത്തുകളും റിപ്പോർട്ടുകളൊക്കെ ആ വിഷയത്തിലുണ്ട്. നമുക്ക് കാണാൻ കഴിയും, വീട്ടിലേക്ക് കയറുമ്പോ സലാം പറഞ്ഞാലേ പറയണാക്കും ബറക്കത്തുണ്ട്, വീട്ടിലുള്ളവർക്കും ബറക്കത്തുണ്ട്. എന്നാലോചിച്ചോളൂ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറുണ്ടോ? കോളിമ്പെല്ലടിക്കുന്നുണ്ടാവാം, എന്നാലേ വാതിൽ തുറന്ന് കിട്ടുള്ളൂ. എന്നാൽ ആ തുറന്നു വരുമ്പോൾ കുട്ടിയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും സലാം പറഞ്ഞുകൊണ്ട് കയറാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു. ഇല്ലെങ്കിൽ ആ ശീലം നമ്മുടെ വീട്ടിലേക്ക്, സ്വന്തത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആലോചിച്ചു, പലപ്പോഴും വാപ്പ വീട്ടിൽ നിന്ന് പോയോ, മകൻ വീട്ടിൽ നിന്ന് പോയോ എന്ന് അറിയുന്നില്ല. എന്നിട്ട് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ആ കാക്ക പോയല്ലോ, ആ ഉപ്പ പോയല്ലോ എന്ന പറച്ചിൽ മാത്രം ഉണ്ടാവുന്നു. പോകുമ്പോ ഒരു അസ്സലാമു അലൈക്കും എന്നൊരു പറച്ചിൽ ഇല്ലാതിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിന്റെ അടയാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആ സലാം പറച്ചിൽ ചേർത്ത് നിർത്തിയാൽ, സലാം പറയുന്നതിന് എത്രയോ മഹനീയമായ മറ്റു പല ഹദീസുകളും ഉണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിയാൽ പറയുന്നവനും ആ കുടുംബത്തിനും ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പല ആളുകൾക്കും ഉണ്ടാകുന്ന പരാതിയാണ്, എൻ്റെ വരുമാനത്തിൽ അങ്ങ് ബറക്കത്തില്ല, കിട്ടുന്നത് മുഴുവൻ മറ്റൊരു വഴിയിലൂടെ പോകാൻ, എത്ര വന്നാലും തികയുന്നില്ല. മുമ്പ് കിട്ടിയതിനേക്കാൾ കിട്ടുന്നുണ്ട്, പക്ഷേ തികയുന്നില്ല, കണക്കങ്ങ് ക്ലിയർ ആകുന്നില്ല, അല്ലെങ്കിലോ ഒന്നിനും സമയമില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയണം, ബറക്കത്ത് നഷ്ടമാകുന്നു എന്നാണ്. ആ ബറക്കത്ത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന ചർച്ചയിൽ നാലാമതായിട്ട് നമുക്ക് പറയാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളോട് ചോദിക്കണം, എന്താ ഇഷ്ടം എന്നറിയോ? യുബ്സത ലഹു ഫീ റിസ്ഖിഹി, റിസ്ക് വിശാലമാകണം, ഉപജീവനം ഒരു തടസ്സമില്ലാതെ, കച്ചവടം വരുമാനം ഒക്കെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകണം, വിശാലമാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരാ കൂട്ടരെ അത് ആഗ്രഹിക്കാത്തത്? ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നിട്ട് ചേർത്ത് പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഉപജീവനത്തിലെ വിശാലത മാത്രമല്ല, ദീർഘായുസ് ലഭിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ദീർഘായുസ് ലഭിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരാ മരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരാ? അല്ലല്ലോ. ദീർഘായുസ് കിട്ടണം എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? ആ ദീർഘായുസിൽ നന്മയുണ്ടാകണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഫൽയസിൽ റഹിമ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. സുഹീഹ് മുസ്ലിമിലെ 2557 ഹദീസായി നമുക്കിത് കാണാൻ കഴിയും. കുടുംബബന്ധം ചേർക്കട്ടെ. ആലോചിച്ചു, നമ്മുടെ കുടുംബത്തിലേക്ക് ആലോചിച്ചു നോക്കൂ. എൻ്റെ കുടുംബത്തിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? കൂട്ടുകാരുടേതും ബിസിനസ് പാർട്ട്ണർമാരുടെയൊക്കെ മാറ്റിവെക്കാം. കുടുംബത്തിൽ ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ. ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന മക്കളും വാപ്പാനോട് പിണങ്ങി നിൽക്കുന്ന മക്കളും
ഉമ്മയോട് അങ്ങോട്ടും അല്ലെങ്കിൽ ഉമ്മ മക്കളോട് വണങ്ങി നിൽക്കുന്നു. ഒരേ ഗർഭപാത്രത്തിൽ പിറന്നു വീണ സഹോദരങ്ങൾ 2 ലക്ഷം രൂപന്റെ പേരിൽ പിണങ്ങി നിൽക്കെ, ഒരേ പള്ളിയിൽ ഒന്ന് റബ്ബിന് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോഴും ഈ ഹാളിൽ ഇരിക്കുമ്പോഴും പിണങ്ങി നിൽക്കുന്നു എന്നാണ്. കുട്ടരെ ബറക്കത്ത് കിട്ടൂല. ബറക്കത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെന്തു നേട്ടമാണ് ഉണ്ടാവുക? ബറക്കത്ത് കിട്ടണോ, ഉപജീവനം വിശാലമാകണോ, അള്ളാഹു തടസ്സങ്ങളില്ലാതെ ഉപജീവനം തരണോ, ദീർഘായുസ് തരണോ? ദീർഘായുസ് എന്ന് പറഞ്ഞാൽ 100 വർഷം 150 വർഷം ജീവിച്ചിരിക്കുക എന്നതല്ല അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുക. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും. ചിലർ 50 വയസ്സിൽ രോഗിയാവും, 40-ൽ രോഗിയാവും, 60-ൽ രോഗിയാവും, 70-ലും 80-ലും ഒക്കെ രോഗിയാവുന്ന ആളുകളുണ്ട്. എപ്പോൾ രോഗിയായാലും വാർദ്ധക്യത്തിലേക്ക് എപ്പോൾ പ്രവേശിച്ചാലും എന്ത് പ്രയാസമാണോ വരുന്നത് എങ്കിലും അവിടെയെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതം കിട്ടണോന്നാണ്. പല ആളുകളും അസുഖം അവസാനം ജീവിതത്തിൽ അസുഖം വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തെറ്റിപ്പോണ ആളുകളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കോ ഒരു ചരടിലേക്കോ ഒരു പച്ചത്തുണിയിലേക്കോ മടങ്ങിപ്പോകുന്നവരുണ്ട്. 60 വർഷം അള്ളാഹുവിന്റെ മുമ്പിൽ ബറക്കത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്ത മനുഷ്യൻ വയറിന് കലശലായ വേദന വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ശമനം പ്രതീക്ഷിച്ച് ചില കേന്ദ്രങ്ങളിലേക്ക് ബറക്കത്ത് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ നഷ്ടപ്പെടുന്നത് കൂട്ടരെ 60 വർഷത്തെ നമസ്കാരവും നോമ്പും ഇബാദത്തുമാണ്. അവിടെ ഉപജീവനം കിട്ടണോന്ന് ചോദിച്ചില്ലേ? കുടുംബബന്ധം ചേർക്കണമെന്ന്. ഈ ജുമഅ കഴിഞ്ഞിട്ടേ ഇവിടെ തന്നെ ചില ആളുകൾ ഉണ്ടെങ്കിൽ സലാം പറഞ്ഞു പോകാൻ കഴിയണം, വാഹനമെടുത്ത് കുടുംബ വീട്ടിൽ പോകാൻ കഴിയണം. നമ്മൾ പലപ്പോഴും കുടുംബബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുടുംബബന്ധം ചേർക്കുന്നവനാ, അതിന് പറയുന്ന നമ്മൾ പറയുന്ന ന്യായം തരും. എൻ്റെ വീട്ടിലേക്ക് അവർ വരും, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഇതല്ല കുടുംബബന്ധം ചേർക്കൽ. ഇത് കുടുംബബന്ധം ചേർക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല ഇവിടെ. ലൈസൽ വാസിലു ബിൽ മുകാഫഅ എന്ന ഹദീസ്, പകരത്തിന് പകരം ചേർക്കൽ അല്ല കുടുംബബന്ധം. ഇങ്ങോട്ട് വരുന്നവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും, കുടുംബബന്ധം ചേർക്കലല്ല. പിന്നെ എവിടെ കുടുംബബന്ധം ചേർക്കുക? ഇരുന്നാലോചിക്കുക, ഒരു പേപ്പറും പേന എടുത്തിട്ട് ആലോചിക്കുക, ഇന്ന സ്ഥലത്തുള്ള അവിടെ ഇന്ന ഭാഗത്തുള്ള ഇന്ന നാട്ടിലുള്ള അവരോട് ചെറിയ ചില പ്രയാസങ്ങളുണ്ട്, അന്ന് വീട്ടിൽ ഫംഗ്ഷന് വന്നപ്പോൾ അവരെ വിളിച്ചില്ല, അതുകൊണ്ട് അന്ന് മുതൽ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തികമായി പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ സ്വത്ത് ഓഹരി വെച്ചപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ പ്രയാസമാണ്, മക്കൾ തമ്മിൽ ഉണ്ടായ പ്രശ്നം ഇന്നും നിലനിൽക്കുന്നു എന്നാലോചിച്ചിട്ട് എവിടെയാണോ പ്രശ്നങ്ങൾ ഉള്ളത് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബറക്കത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ബറക്കത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. 5-ാമത്തെ കാര്യം എന്താണെന്നറിയോ? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഖുർആൻ തന്നെ പരിപൂർണമായി ബറക്കത്തായിക്കൊണ്ട് പരിചയപ്പെടുത്തി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇഖ്റഊ സൂറത്തുൽ ബഖറ, ഇഖ്റഊ നിങ്ങൾ ഓതുവീൻ, നിങ്ങൾ പാരായണം ചെയ്യുവീൻ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുവീൻ. ഫഇന്ന അഖദഹാ ബറക, നിങ്ങൾ ആ സൂറത്ത് പാരായണം ചെയ്യുകയെങ്കിൽ അത് പാരായണം ചെയ്യുക എന്നത് ബറക്കത്താകുന്നു. വതറകഹാ ഹസ്റ, അതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് ഹസ്റത്താണ്, നഷ്ടമാണ്. നമ്മൾ ഖുർആൻ ഓതുണ്ടാവുമല്ലോ വീട്ടില്, സൂറത്തുൽ ബഖറയും പാരായണം ചെയ്യുന്നുണ്ടാകും. ഈ നിയ്യത്തോടു കൂടി ഓതാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കി മാറ്റരുതേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, മക്ബറകളാക്കി നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മാറ്റരുതേ. അവിടെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. എങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കുന്ന, എന്തേ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം? പാപ്പയും മകനും തമ്മിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, മക്കളോട് പ്രശ്നം, ഉമ്മയോട് പ്രശ്നം, മറ്റുള്ള എന്തൊക്കെയോ പ്രയാസങ്ങൾ വീട്ടിലുണ്ടാകാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ 1-ാമത്തെ ഉത്തരം പിശാച് നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുള്ള. ബാക്കിയുള്ളതൊക്കെ 2-ാമത്തതല്ലേ. പിശാച് ഇടപെടുന്നുണ്ട് എന്നാണ്. ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, സംസാരങ്ങളിൽ പിശാച് ഉണ്ട് എന്നുള്ളതാണ്. ആ പിശാചിനെ ഓടിയകറ്റാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീടുകളിൽ ഉണ്ടാവണം. സൂറത്തുൽ ബഖറയെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തി. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടും എന്നല്ല പറഞ്ഞത്. യഫിറു എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്നത്. ഒരു സിംഹത്തെ കണ്ടാൽ ഒരു മാൻപേട ഓടുന്നത് പോലെ പിശാച് പേടിച്ചോടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് സ്വഹീഹ് മുസ്ലിമിലെ 780-ാമത്തെ ഹദീസായി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വരും ആഴ്ചകളിൽ ഇതിന്റെ ബാക്കി നമുക്ക് പ്രിയപ്പെട്ടവരെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബറക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചൊരിഞ്ഞരുളിത്തരുന്ന, നമുക്ക് കനിഞ്ഞരുളിത്തരുന്നൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിനോട് നാം ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകിക്കൊണ്ട്
നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.